ഈ ആദിലേനെ നൂറേനൊക്കെ ശരിക്കും മാനിപ്പുലേറ്റഡ് ആയി എന്ന് പുറത്തുനിന്ന് തന്നെ ആൾക്കാർ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് അവസാന നിമിഷം എനിക്ക് തോന്നുന്നു. കാരണം നൂറ എന്ന് പറഞ്ഞ ആൾ ഞാൻ ടോപ്പ് 5 വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. പക്ഷേ എന്തോ റീ എൻട്രിക്ക് ശേഷം എന്തോ സംഭവിച്ചു. ആദിൽ ഔട്ടായി, നൂറ ഔട്ടായി. ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ആദിൽ ഔട്ടായി 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നൂറ ഔട്ടാവുന്നത്. അപ്പോൾ ആദിലയുടെ വോട്ടും കൂടെ നൂറയ്ക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ എന്നിട്ട് നൂറ എന്താണ് ഔട്ടായെന്ന് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്താ റീസൺ എന്നറിയില്ല. പ്രോബ്ലി ആ റീ എൻട്രി ആയിരിക്കും. എല്ലാവരും ഞാൻ വെളിയിൽ നിന്ന് കുറേ കമൻസ് കണ്ട് എല്ലാം വായിച്ചപ്പോൾ റീ എൻട്രി ആണ് അതിലൊരു പ്രശ്നം എന്ന് കേട്ടു. ഇന്ന് അനിമോളുടെ ദിവസമാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. എന്താണ് അനിമോളോട് ഇനി എന്താണ് കപ്പുമായിട്ട് വന്നപ്പോൾ അനിമോളോട് സംസാരിച്ചത്? അയ്യോ, എനിക്ക് സ്റ്റേജിൽ കോടി വന്നപ്പോൾ തന്നെ കപ്പ് കിട്ടിയല്ലേ നമുക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ എല്ലാം കൊടുത്തു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ഒരാൾ അത്ര വിഷമിച്ച് നേടിയെടുത്തൊരു കപ്പാണ്. അത് അത്ര അച്ചീവ് ചെയ്തെന്നൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. മാത്രമല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതേപോലെ ലൈഫ് ലോങ് അടിപൊളിയായിട്ട് ഇരിക്കണം, വെളിയിൽ ഇറങ്ങിയിട്ട് മീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളും തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മീറ്റ് ചെയ്തു. ഈ അനിമോള് ജെന്യൂൻ ആയിട്ടാണോ ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടാണോ? എൻ്റെ അടുത്ത് ഭയങ്കര ജെന്യൂൻ ആയിരുന്നു അനിമോൾ. ഒരു തരത്തിൽ പോലും എനിക്ക് അനിമോൾ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോയിട്ട് റീ എൻട്രി പോകുമ്പോൾ പോലും എനിക്ക് അത്രയും കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ലല്ലോ. അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. എൻ്റെ അടുത്ത് ജെന്യൂൻ ആയിട്ട് വരുന്നത്. ഭയങ്കര ജെന്യൂൻ പേഴ്സണാണ്.